വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതന് അനുകൂലമായി റിപ്പോർട്ട് നൽകിയെന്ന പേരിൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ. ബി.ജെ.പി. കൗൺസിലറായ സുഗതന് കോർപ്പറേഷൻ കൗൺസിലിൽ അവധിക്ക് അപേക്ഷിക്കാമെന്നുള്ള നിയമോപദേശം നൽകിയതിന്റെ പേരിലാണ് നടപടി. തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്ര അരുണിമയെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സുഗതന്റെ അവധി അപേക്ഷ കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ കൗൺസിൽ യോഗം പാസാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഒരു നടപടിയും ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നത്. പ്രശാന്ത്, തികച്ചും പ്രതികാര നടപടി തന്നെയല്ലേ ഇത്? തീർച്ചയായും വിഷ്ണു, തികച്ചും പ്രതികാര നടപടിയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത്. ചിത്ര അരുണിമയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടൊരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ആർ സുഗതന്റെ അവധി അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിയമോപദേശം നൽകുകയും അതിന് നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഫയലുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു ഈ അവധി, അതായത് സുഗതന്റെ അവധിയുമായി ബന്ധപ്പെട്ട് ഫയൽ നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് തന്നെയുള്ള പ്രതികാര നടപടി ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പ്രതികാര നടപടിയായി സർക്കാരിന്റെ ഭാഗത്തും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്തും നടപടി എന്ന നിലയിൽ വന്നിരിക്കുന്നത്. തികച്ചും ഈ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ സുഗതന്റെ അവധി അപേക്ഷയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ വിഷയം. അതിൽ ചില നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഫയലിൽ ചട്ടവിരുദ്ധമായി ഒപ്പിട്ടു എന്നൊക്കെയാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ ചട്ടവിരുദ്ധമായ സമീപനം ഉണ്ടായി, മാത്രമല്ല ഗുരുതരമായ തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. സുഗതന് നേരത്തെ അവധി അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അവധി അപേക്ഷ കൗൺസിൽ യോഗത്തിൽ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ അവധി നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇതിലാണ് ഇപ്പോൾ ഒരു പ്രതികാര നടപടി എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. അന്നത്തെ ആ കൗൺസിൽ യോഗത്തിന് ശേഷം UDF അംഗങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ ചിത്ര അരുണിമയ്ക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന തലത്തിലേക്കൊക്കെ നീക്കങ്ങൾ നടത്തുന്നത്. അതിന്റെ ഒടുവിലായാണ് ഇപ്പോൾ പ്രതികാര നടപടി ഉണ്ടായിരിക്കുന്നത്. വിഷ്ണു, ശരി. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.